ഞാനിവിടെ വായിക്കുന്ന ചില പുസ്തകങ്ങൾ, ഇവിടെ 2 ഗ്രൂപ്പിലെയും ആളുകളാണല്ലോ മറുപടിയായി പറഞ്ഞത്. അപ്പൊ രണ്ട് ഭാഗത്തുനിന്ന് ഏറെക്കുറെ ഞാൻ വായിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ആദർശപരമായി രണ്ടും ഒന്നാണെന്നാണല്ലോ ഉറപ്പ്. ആശയപരമായി ഇരു സമസ്തകൾ ഒന്നാണല്ലോ. മാത്രമല്ല ഇത് അൽ-ഇർഫാദ് മാസികയാണ്. 2000 മാർച്ചിൽ അൽ-ഇർഫാദ്. ഇതിൽ മുസ്ലിം സൗഹൃദത്തിന്റെ പിറന്നാൾ എന്ന ഒരു ലേഖനമുണ്ട്. ഇതിൽ പറയുന്നു, നോക്കൂ, ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളും ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഈ മുസ്ലിം സമൂഹത്തിലെ ഭിന്നിപ്പിനെ സംബന്ധിച്ച് പറയാണ്. ആശയപരമായി EK, AP, സംസ്ഥാന എന്നീ സംഘടനകൾ ഒരേ തട്ടിലാണ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടെങ്കിലും, വിവിധ ഗ്രൂപ്പുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആശയപരമായി ഈ പറഞ്ഞതൊക്കെ ഒന്ന് തന്നെയാണ് സുന്നികളുടേത് എന്ന് ഈ അൽ-ഇർഫാദ് മാസിക എന്ന് പറയുന്ന സുന്നി പ്രസിദ്ധീകരണം പറയും. ഇനി ഞാൻ പറയുന്നു, ഈ പുസ്തകം ശിഥിലതന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്ന പുസ്തകമാണ്. എഴുതിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. ഈ പുസ്തകത്തിൽ ഇയാളുടെ ചോദ്യം, എന്താ ചോദ്യം? മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം എന്താ? അനുവദനീയമാണ്. പ്രാർത്ഥന അള്ളാഹുവോടെല്ലാം നടത്താൻ പറ്റുമോ? മൊഹീദ്ദീൻ ശൈഖ് അപ്പുറത്തങ്ങളോടൊക്കെ നടത്താൻ പറ്റുമോ? പ്രാർത്ഥന നടത്താൻ പറ്റുമോ എന്നാ ചോദ്യം. എന്താ ഉത്തരം? അനുവദനീയമാണ്. അനുവദനീയമാണ് എന്നാണ്. ഇനി വേറൊരു പുസ്തകം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോ അതിപ്പോ എന്താ ഒരു മലയാള വാക്കല്ലേ? അതിന് പല അർത്ഥങ്ങളുമില്ലേ? അതിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കും എന്നിങ്ങനെയുള്ള പല ചിന്താഗതികൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നാൽ ഈ പുസ്തകം അതിലൊരു തീർപ്പ് കൽപ്പിക്കുകയാണ്. എന്താ? ഇത് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എഴുതിയ ഇസ്തിഗാഥ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു, മുസ്ലിങ്ങൾ എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയാറുള്ളത്? ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനയ്ക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് മുസ്ലിങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ പ്രാർത്ഥന കൊണ്ട് എന്താ മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനയാണ്. ഈ ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥന അത് മരിച്ചുപോയ മഹാത്മാക്കളോട് പറ്റുമോ എന്നാണ് പൊന്മളയോട് ചോദ്യം. നമ്മളെ ഉത്തരം എന്താ? അനുവദനീയമാണ്. അനുവദനീയമാണ്. എന്നാൽ സഹോദരങ്ങളെ, പഴയകാല മുസ്ലിയാക്കന്മാർ അൽ-ഖൗലുസ് സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ പറയുന്നത്, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന മരിച്ചുപോയ പഴയകാല സുന്നി പണ്ഡിതൻ പറയുന്നത് കേട്ടോളൂ. ഇതിന്റെ 100-ാമത്തെ പേജ്. അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ എല്ലാ മുസ്ലിമിന്റെയും വിശ്വാസം എന്താ? കല്ലിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്, മരത്തോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്, നബിയോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്, വലിയോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. അല്ലാഹുവല്ലാത്ത എന്തിനോടും ആരോട് പ്രാർത്ഥിച്ചാലും ശിർക്കാണ്. പൊന്മള പറഞ്ഞതോ ശിർക്കല്ല, അനുവദനീയാണ്. ഇയാൾ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞതോ എല്ലാ മുസ്ലിങ്ങളുടെയും വിശ്വാസം എന്താ? മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ? അത് ശിർക്കാണെന്ന്. പക്ഷെ പൊന്മളുടെ വിശ്വാസോ നിങ്ങൾ ചിന്തിക്കുക. എവിടേക്കാണ് ഈ മുസ്ലിയാക്കന്മാര് ആളുകളെ കൊണ്ടുപോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുള്ളതാണ്, അതുകൊണ്ട് അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കല്ല. ഇവിടെ അമ്പിയാക്കളോട് ആവാമെന്ന് അല്ലാഹു പറഞ്ഞില്ല, ഔലിയാക്കളോട് ആവാമെന്ന് അല്ലാഹു പറഞ്ഞില്ല, മഹാന്മാരോട് ആവാമെന്ന് അല്ലാഹു പറഞ്ഞില്ല. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവല്ലാത്ത ആരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കല്ല. പിന്നീട് അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ, നിങ്ങൾ പറഞ്ഞോളൂ ജനങ്ങളോട്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബിഹി അഹദാ,
കൂട്ടിച്ചേർക്കില്ല എന്ന് പറഞ്ഞോളൂ റസൂലേ. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കില്ല, നൂഹ് നബിയോട് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കില്ല, അതുപോലെ ഒരൊറ്റ അമ്പിയാക്കളോട് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കില്ല, ഒരൊറ്റ ഔലിയാക്കളോട് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കില്ല എന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കൽപ്പി പറയാണ് അല്ലേ. ഇനി എത്ര ആയത്ത് സഹോദരങ്ങളെ, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിത്ലു ഖബീർ. അല്ലാഹു പറയുന്നു, ഇൻ തദഊഹും, നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല, വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, പരലോകത്ത് നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. വളരെ വ്യക്തമായി പറയുന്നു, അല്ലാഹുവോടെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവർ കേൾക്കൂല, ഉത്തരം ചെയ്യൂല. അപ്പൊ ഇത് പറയും നമ്മൾ ഇസ്തിഗാഥല്ലേ ചെയ്യുന്നുള്ളൂ അല്ലേ, നമ്മൾ ഇസ്തിഗാഥല്ലേ ചെയ്യുന്നുള്ളൂ. ഇസ്തിഗാഥയിൽപ്പെടും. ഇസ്തിഗാഥയിൽപ്പെടും. ഇമാം ഖുർത്തുബി ആയതിനെ വിശദീകരിച്ചു പറയാണ്, ഇൻ തദ്ഉഹും ഐ ഇൻ തസ്തഗീഥു ബിഹിം ഫിന്നവാഇബി, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസകരമാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാഥ ചെയ്താൽ, ആ ഇസ്തിഗാഥ അവർ കേൾക്കില്ല, ആ പ്രാർത്ഥന അവർ കേൾക്കില്ല. പരലോകത്തെ ഇസ്തിഗാഥ അഥവാ ശിർക്കിനെ അവർ നിഷേധിച്ച് തള്ളുന്നതാണ്. ആര് പറഞ്ഞു? ഇമാം ഖുർത്തുബി. അവൾ ഇസ്തിഗാഥ പറഞ്ഞോട് കാര്യമില്ല. നിങ്ങൾ ആലോചിച്ചു, ഈ ഇസ്തിഗാഥ കാര്യകാല ബന്ധം, ഭൗതികം അഭൗതികം എന്നൊക്കെ പറഞ്ഞു വലിയ കുഴപ്പമുണ്ടാക്കാൻ ഇവിടെ നമ്മളെ അമ്പലക്കട മുസ്ലിയാർ ശ്രമിച്ചതാണ്. ഞാൻ ആ കാര്യം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഉദാഹരണത്തോട് പറയാം. ഈ കാര്യകാലമൊന്നും ഭൗതികവും അഭൗതികവും ഏത് സഹായ നേട്ടത്തെയാണ് മുജാഹിദ് എതിർക്കുന്നത്, ഏതിനെയാണ് എതിർക്കാതിരിക്കുന്നത്? ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ഒരാളെ കമാൻഡ് അള്ളാഹിനോടുള്ള വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ കേട്ടിങ്ങനെ കഴിഞ്ഞ് പോയപ്പോ ഒരാളെന്നെ പറയണം, എന്ത് അങ്ങനെ ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് ചായ ഒഴിക്കാനും പറ്റില്ല, അവർക്ക് ശിർക്കാവൂലേ അല്ലേ? അതാണ് അവിടെ വിഷയം. സഹോദരങ്ങളെ,